വേനൽ കടുത്തതോടെ ഉൾനാടൻ മത്സ്യമേഖല കടുത്ത പ്രതിസന്ധിയിൽ. കനത്ത ചൂടിൽ കായലിലും നദികളിലും ലഭ്യത കുത്തനെ കുറഞ്ഞു. അന്തരീക്ഷ താപനില ഉയർന്നതോടെ മത്സ്യകർഷകർക്കും വിപണിയില്ലാതായി. ഉയർന്ന താപനിലയും ഉഷ്ണതരംഗവുമൊക്കെയായി വേനൽ സംഹാരതാണ്ഡവമാടുമ്പോൾ കരയിൽ മാത്രമല്ല പ്രതിസന്ധി, വെള്ളത്തിലുമുണ്ട്. കനത്ത ചൂടിൽ കായലിലെയും നദികളിലെയും വെള്ളവും ചൂടുപിടിച്ചിരിക്കുന്നു. ഇത് മത്സ്യലഭ്യതയെ സാരമായി ബാധിച്ചു. കായലിൽ മീനുകൾ ചത്തുപൊങ്ങുന്നത് പതിവായിരിക്കുകയാണ്. മത്സ്യകൃഷി ചെയ്യുന്നവരെയും വേനൽച്ചൂട് ദോഷകരമായി ബാധിച്ചു. മീനുകൾ ചത്തുപൊങ്ങുന്ന പ്രശ്നം മീൻപാടങ്ങളിലുമുണ്ട്. അതിനേക്കാൾ വലിയ പ്രശ്നം മീൻ കുഞ്ഞുങ്ങളെ വാങ്ങാൻ ആളില്ല എന്നതാണ്. ഈ വെള്ളത്തിന്റെ അളവ് കുറയുന്ന സമയത്ത് അതിഭയങ്കരമായ ചൂട് ഫീൽ ചെയ്യുന്ന മത്സ്യങ്ങൾക്ക് എർത്തടിച്ച് മത്സ്യം ചത്തുപോവുകയാണ്. എർത്തടിച്ച് ചത്തുപോകുന്ന പോലെയാണ്. നമ്മൾ രാത്രി വളരെ സുരക്ഷിതമായി കിടക്കുന്ന മത്സ്യം നമ്മൾ രാവിലെ തിരിച്ച് വരുന്ന സമയത്ത് ഒരുപക്ഷെ ഒറ്റ മത്സ്യം പോലും ഇല്ലാതെ ചത്തുപോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷിപ്പനി മൂലം കോഴി, താറാവ് എന്നിവയുടെ ഇറച്ചിയും മുട്ടയും വിൽക്കുന്നതിന് ആലപ്പുഴയിൽ വിലക്കുണ്ട്. ഈ സാഹചര്യത്തിൽ മീൻ വിൽപ്പന കൂടേണ്ടതാണ്. എന്നാൽ ചൂട് കനത്തോടെ മീൻ കിട്ടുന്നത് നന്നായി കുറഞ്ഞു. റിപ്പോർട്ടർ, ആലപ്പുഴ.